തുള്ളി ചാടി നടക്കുന്ന ഇവക്കും അച്ഛൻ ആരാ അമ്മ ആരാന്നറിയാത്ത ഇവനും ഈ ആർഭാട കല്യാണം നടത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാ? വെറുതെ കളയാനേ ഈ വീട്ടിലെ ക്യാഷ് തന്നെ വേണോ നിനക്ക്? നമ്മൾ ഈ ചോദിക്കുന്നതിനൊന്നും പൂർണിമ ഉത്തരം പറയില്ല. കാരണം അവൾക്കാണല്ലോ ഈ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ. അപ്പോ അവൾക്ക് എന്തോ ആവാലോ. അതിനാണല്ലോ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത്. മിണ്ടാതിരിക്കെ. ആ വീട്ടിൽ ഈ ഭരണമൊന്നും നടക്കില്ല അല്ലേ? അശ്വതേ, നിർത്തണി. ആരോടാ എന്താ പറയുന്നത് നിനക്ക് അറിയില്ലേ? നീ ആരാടി അക്ഷിയെ പറയാൻ? അതെ, ഇവിടെ എന്താ ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? അവക്ക് പറയാനുള്ളത് അവള് പറയട്ടെ. നീ എന്തിനാ ദുർഗ അത് തടയുന്നത്? അതിന് നിനക്കെന്ത് യോഗ്യതയുള്ളത്? അശ്വതിക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് കണ്ട് ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്ന് ജീവിക്കുന്നവളല്ലേ നീ? അതെ, ഊരും പേരും അറിയാത്ത ഈ അനാഥ ചെറുക്കനെ കൊണ്ടുവന്ന് നാടകം കളിച്ച് പൂർണിമയുടെ അനിയനാണെന്ന് പറഞ്ഞ് സിമ്പതി ഉണ്ടാക്കി ജീവിക്കുന്ന നിനക്ക് എന്റെ മോളെ ചോദ്യം ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നടി? നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാനതെല്ലാം കേട്ട് നിന്നോളാം. പക്ഷേ പൂർണിമ ചേച്ചി ആരും ഒന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി ആരെങ്കിലും ചേച്ചിയെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ, ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താ വിചാരം? ചേച്ചി ആരാണെന്ന് നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നേ? ചേച്ചി ഓരോ വാക്ക് പറയുന്നതും ഈ കുടുംബത്തിന് വേണ്ടിയാ. ഓരോ പ്രവൃത്തിയും ഈ കുടുംബത്തിലെ ഓരോരുത്തർക്കും വേണ്ടിയാ. ഇപ്പൊ ഈ പറയുന്ന പണം എല്ലാം എവിടെ നിന്നുണ്ടായി? എങ്ങനെയുണ്ടായി? എല്ലാം ചേച്ചിയുടെ അധ്വാനോ? അതെന്താ എല്ലാരും മറന്നുപോയത്? അതെന്താ ദുർഗ അങ്ങനെ ഒരു സംസാരം? അപ്പൊ ഞങ്ങളെല്ലാം ഓസിനിരുന്ന് ഞണ്ണുന്നവരാണെന്നാണോ നിന്റെ ഈ സംസാരത്തിന്റെ ധ്വനി? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പിന്നെ പക്ഷേ പൂർണിമ ചേച്ചിയുടെ ഓരോ ശ്വാസത്തിലും ഈ കുടുംബത്തെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഓ, അത്രയൊന്നും വേറെ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, ഇന്ദിര TV ഇന്ന് റേറ്റിംഗിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതിന് ഒരേ ഒരു കാരണം പൂർണിമ ചേച്ചി മാത്രം. നിർത്തടേ. ഒരവസരം കിട്ടിയപ്പോ നീ ഓസിനൊരു ഗ്രാൻഡ് കല്യാണം നടത്താൻ നോക്കുകയാണോ? എനിക്ക് അങ്ങനെ ഒന്നും ഒപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഗ്രാൻഡ് ആയിട്ടൊരു കല്യാണം എനിക്ക് വേണമായിരുന്നെങ്കിലേ. ദുർഗ, വേണ്ട. പൂർണിമ ചേച്ചി എന്നെ സ്വന്തം അനിയനെ പോലെ കരുതുന്നോണ്ടാ ചേച്ചി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിന് ചേച്ചി എല്ലാരും ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചേച്ചി, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാ. ഇനി വെറുതെ അത് വീണ്ടും നടത്താൻ വേണ്ടി ഇത്രയൊന്നും സഹിക്കേണ്ട കാര്യമില്ല.